കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ജീവിതത്തിൻ്റെ തകർക്കപ്പെട്ട അവസരങ്ങളിൽ, ഒറ്റപ്പെട്ട അവസരങ്ങളിൽ എങ്ങനെ വ്യാപരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സങ്കീർത്തനമാണ് 63-ാം സങ്കീർത്തനം. 63-ാം സങ്കീർത്തനം, അതിൻ്റെ ഹെഡിങ് ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്: ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സങ്കീർത്തകൻ. പ്രിയപ്പെട്ടവരെ, ആ സങ്കീർത്തനം തൊട്ട് താഴെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്, യൂദ മരുഭൂമിയിൽ വച്ച് പാടിയ സങ്കീർത്തനം. അപ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും, 63-ാം സങ്കീർത്തനം പാടുമ്പോൾ ദാവീദ് മരുഭൂമിയിലാണ്. ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ അന്നും ഇന്നും ചേർത്ത് വയ്ക്കുന്ന വലിയ രാജാവാണ് ദാവീദ് രാജാവ്. ഈ ദാവീദിനെക്കുറിച്ച് സ്വർഗം വൻ കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, അവനെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അവൻ നിൽക്കുക ഒരു മരുഭൂമിയിലാണ്. മരുഭൂമിയുടെ നടുവിൽ നിൽക്കുന്ന ദാവീദിനോട് കർത്താവിൻ്റെ സ്നേഹം എപ്രകാരമാണ് പ്രത്യുത്തരിക്കുന്നത് എന്നാണ് 63-ാം സങ്കീർത്തനത്തിൽ. മരുഭൂമിയിൽ ഒരു മനുഷ്യന് തോന്നുക, ദാഹമുണ്ട്, ചൂട് അനുഭവപ്പെടും. അപ്പം മരുഭൂമിയിലായിരിക്കുന്ന ഒരു വ്യക്തി ദാഹത്തിന് ജലം ആവശ്യപ്പെടും, ചൂടിന് തണൽ ആവശ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദാവീദ് രാജാവിൻ്റെ ദാഹം ജലത്തിന് വേണ്ടിയുള്ളതല്ല, ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മരുഭൂമി അനുഭവങ്ങളിൽ എനിക്കുണ്ടാകേണ്ട ദാഹമെന്ന് പറയുക ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. പക്ഷേ ഞാനും നിങ്ങളും അത് മറന്നുപോയി. എവിടെയാണോ മരുഭൂമി അനുഭവപ്പെട്ടത്, ഏത് തകർച്ചയിലാണ് എനിക്ക് മരുഭൂമി അനുഭവപ്പെട്ടത്, അത് പിടിച്ചടക്കാനുള്ള ദാഹമാണ് എൻ്റെ ഉള്ളിലുള്ളത്. എന്നാൽ വചനം വ്യത്യസ്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. മരുഭൂമികൾ ജീവിതത്തിലേക്ക് ചേർന്ന് വരുമ്പോൾ, മരുഭൂമിയുടെ വേദനകൾ നീ അനുഭവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി മനസ്സിലൊന്ന് ദാഹിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 4 നമ്മൾ തിരിക്കും. 63-ാം സങ്കീർത്തനത്തിൽ 11 വചനങ്ങൾ, അതിൽ 4 തരം കാര്യങ്ങൾ നമ്മൾ കാണും. 1 മുതൽ 2 വരെയുള്ള വചനങ്ങളിൽ കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സങ്കീർത്തകൻ. 3 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുന്ന സങ്കീർത്തകൻ. 5 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ കർത്താവിനെ ധ്യാനിക്കുന്ന സങ്കീർത്തകൻ. 9 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ കർത്താവിനെ അനുഭവിക്കുന്ന സങ്കീർത്തകൻ. നിന്റെ മരുഭൂമി അവസരങ്ങളിൽ നിനക്ക് കർത്താവിനെ കാണണോ? മരുഭൂമിയുടെ എൻഡ് നിനക്ക് കാണണോ? പച്ചപ്പ് നിനക്ക് അനുഭവപ്പെടണോ? അങ്ങനെയെങ്കിൽ നീ നിന്റെ മരുഭൂമിയിൽ കർത്താവിനെ തരണം. നിന്റെ മരുഭൂമിയിൽ നീ അവനെ സ്തുതിക്കണം. നിന്റെ മരുഭൂമിയിൽ നീ അവനെ ധ്യാനിക്കണം. നിന്റെ മരുഭൂമിയിൽ നീ അവനെ അനുഭവിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, 1 മുതൽ 2 വരെയുള്ള വചനങ്ങളിൽ കർത്താവിനെ തേടുന്ന സങ്കീർത്തകനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. ഒന്നാമത്തെ കാര്യം, മരുഭൂമിയുടെ ഏകാന്തതയിൽ തനിച്ചിരിക്കുമ്പോൾ കൺമുമ്പിൽ കാണാത്തൊരു കർത്താവിനെ തേടാൻ കൊതിക്കുന്ന സങ്കീർത്തകൻ. അവൻ പറഞ്ഞു, ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എങ്ങനെയാണ് ദാവീദ് മരുഭൂമിയിൽ എത്തിപ്പെട്ടത്? സ്വന്തം മകനായ അബ്ശലോം ദാവീദിൻ്റെ രാജ്യത്വം കൈയടക്കിയിട്ട് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന ദാവീദ് എത്തിച്ചേരുന്നതാണ് യൂദ മരുഭൂമിയിൽ. അവന് കൂടെ നിൽക്കാൻ ഭാര്യമാരില്ല, അവനെ സഹായിക്കാൻ സൈന്യാധിപന്മാരില്ല, അവന് ചാരിക്കിടന്നുറങ്ങാൻ പട്ടുമെത്തകളില്ല. ആരോരുമില്ലാതെ ഒരു കുഞ്ഞു പുതപ്പ് മാത്രം കയ്യിലെടുത്ത് അവനിങ്ങനെ തലമൂടി അവൻ അവിടെ ഇരിക്കുകയും
അപ്പോൾ അവൻ്റെ കൺമുമ്പിൽ ആരുമില്ല. എന്നിട്ടും ദൈവത്തെ പഴിക്കാതെ മരുഭൂമിയിൽ ദാഹം അനുഭവപ്പെടുന്ന ശരീരത്തിൻ്റെ ദാഹം മറന്ന് അവൻ ഒരാൾക്ക് വേണ്ടി ദാഹിക്കുക. ദൈവമേ, നീയാണ് എൻ്റെ ദൈവം. ഇത്രയും തകർച്ച വന്നിട്ടും അവൻ പറഞ്ഞു, കർത്താവേ, നീയാണ് എൻ്റെ ദൈവം, ഞാൻ നിന്നെ തേടുകയാണ്. കാണുന്നില്ല, കൈ നീട്ടി നോക്കി, ഞാൻ നിന്നെ കാണുന്നില്ല, ഞാൻ നിന്നെ കാണുന്നില്ല കർത്താവേ, നീയാണ് എൻ്റെ ദൈവം. എൻ്റെ ആത്മാവ് ഈ മരുഭൂമി കിടക്കുമ്പോൾ എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ദാഹിക്കുകയാണ്. എൻ്റെ ആത്മാവിൽ നിനക്കുള്ള ദാഹമാണ് കർത്താവേ. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ആത്മാവും ശരീരവും ദാഹിക്കുന്ന ഒരു വ്യക്തി ആർക്ക് വേണ്ടി ദാഹിക്കുന്നു? ആർക്ക് വേണ്ടിയാണ് ദാഹിക്കുന്നത്? ദൈവത്തിന് വേണ്ടി. ആത്മാവിൽ ദാഹമുള്ള വ്യക്തി നിശ്ചയമായും ശരീരത്തിൽ കർത്താവിന് വേണ്ടി ദാഹിക്കുന്നവനായിരിക്കും. അപ്പോൾ ഈ സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ആത്മാവിൽ നിനക്ക് വലിയ ദാഹമുണ്ട്, നിന്നോട് വലിയ ദാഹമുണ്ട്. നിന്നെ കാണുന്നില്ലാത്തത് കൊണ്ട് കണ്ടുകിട്ടാൻ വേണ്ടി പ്രാണരക്ഷാർത്ഥം ഞാനിതാ ഓടി വന്ന് നിന്നെ തേടുകയാണ്. എനിക്ക് നിന്നെ വേണം, നിന്നെ കാണുന്നില്ല കർത്താവേ. മനസ്സൊലഞ്ഞ് മനസ്സ് തകർന്ന് ഇതുപോലുള്ള ജീവിതത്തിൻ്റെ വഴികൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ വഴികളിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുകയാണ്. ഉണങ്ങി വരേണ്ട ഭൂമി എന്നതുപോലെ ശരീരം നിന്നെ കാണാതെ തളരുന്നു എന്ന് പറയുമ്പോൾ അടുത്ത വചനം പറയും, അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിച്ചിട്ടും പ്രയത്നിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത ചില കാര്യങ്ങൾ കാണും. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിച്ചാൽ ആത്മാവിൽ ദാഹമുള്ള വ്യക്തിയല്ല ഞാൻ. എൻ്റെ ആത്മാവിൽ ദൈവത്തിന് വേണ്ടി ഒരു ദാഹമുണ്ടെങ്കിൽ ആ ദാഹം ശരീരം കൊണ്ട് തേടാൻ എന്നെ പഠിപ്പിക്കും. എൻ്റെ കർത്താവിനെ തേടാൻ എത്ര തകർച്ചയുണ്ടെങ്കിലും എത്ര വേദനയുണ്ടെങ്കിലും അവനെ തേടാൻ ഞാൻ ദേവാലയത്തിലേക്ക് പോകും. അവന് വേണ്ടി ഞാൻ മുട്ടുകുത്തും. അവൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ സങ്കടങ്ങൾ ചൊരിയും. അവന് വേണ്ടി അവനെ ആളുകൾ സ്നേഹിക്കാൻ എൻ്റെ സങ്കടങ്ങൾ മറന്ന് നന്മ പ്രവർത്തികൾ ചെയ്യാൻ ഞാൻ തയ്യാറാകും. അതാണ് യഥാർത്ഥ ദാഹം. അപ്പോൾ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി ദാഹിക്കേണ്ടത്? ആത്മാവിൽ ദാഹിക്കണം, ശരീരം കൊണ്ട് ദാഹിക്കണം. നിൻ്റെ ശക്തിയും നിൻ്റെ മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നിരിക്കുകയാണ്. ഈ മരുഭൂമി കിടക്കുമ്പോഴും ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരും. നിന്നെ വിട്ടുപോവില്ലെന്ന് പറയുന്ന ഒരു വലിയ ബോധ്യം, അല്ലെങ്കിൽ വലിയൊരു ദൃഢപ്രതിജ്ഞ, അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ നമ്മളിവിടെ കാണുകയാണ് സങ്കീർത്തകൻ്റെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മരുഭൂമികളിൽ സ്വർഗത്തെ തേടാൻ, സ്വർഗത്തിന് വേണ്ടി ദാഹിക്കാൻ ഒരു കൃപ ചോദിക്കുക. എന്തിനാ കർത്താവ് നിനക്ക് നിനക്ക് മരുഭൂമി തരുന്നത്? ഒന്നിന് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നിൻ്റെ ചങ്കിൽ കൂട്ടിക്കൊണ്ട് വരാനാ സ്വർഗം നിനക്ക് മരുഭൂമി തരുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പരങ്ങളിലേക്ക് ഞാൻ ചിന്തിച്ച് കടന്നു പോകുമ്പോൾ എനിക്ക് എത്രയോ വലിയ മരുഭൂമികൾ ഉണ്ടായിട്ടുണ്ട്. ആ മരുഭൂമിയിലെല്ലാം എനിക്ക് ദാഹം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? എൻ്റെ കർത്താവിന് വേണ്ടിയുള്ള ദാഹം എനിക്ക് കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഞാൻ ചിന്തിക്കണം. ഇന്ന് ആരൊക്കെ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവപ്പെടുന്നോ അവരിങ്ങനെയൊന്ന് ചിന്തിച്ചേ. കടബാധ്യതകൾ നടുവിൽ നിൽക്കുമ്പോൾ ഈ കടം മാറാനല്ലല്ലോ നീ ചിന്തിക്കേണ്ടത്. കർത്താവേ, നിന്നോട് അടുക്കാൻ, നിന്നോടുള്ള ദാഹം കൂട്ടാൻ എനിക്ക് തന്നതല്ല ഈ മരുഭൂമി. ഇവിടെ നിന്നെ കാണണം, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞ് ദൃഢനിശ്ചയത്തോടെ വീണ്ടും വീണ്ടും ഓടിപ്പോകണം. ചില അമ്മച്ചിമാർ പറയും, മക്കളോട് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റില്ല സിസ്റ്ററെ. 12 വയസ്സ് വരെ അൾത്താരബാലനായിരുന്ന അവന് ചോദിച്ചതൊന്നും കർത്താവ് കൊടുത്തിട്ടില്ല. ഇനി അവനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവനത് കേൾക്കില്ല, അവൻ പള്ളിയിൽ പോവില്ല. അപ്പോൾ അവൻ എന്തിനു വേണ്ടിയാ തേടിയത്? അവൻ്റെ തേടൽ എന്തിനു വേണ്ടിയായിരുന്നു? എൻ്റെ കർത്താവിനെ എത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ മരുഭൂമിയിലും അവൻ വിട്ടുപോകാതെ എൻ്റെ കൂടെയുണ്ടെന്നൊരു അനുഭവത്തിൽ കണ്ണടച്ച് നിന്ന് അവനെ കാണാൻ പറ്റണം. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തെ തേടുന്ന ദാവീദ്. ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും കർത്താവിനെ തേടുന്ന ഒരു ദാവീദ്. രണ്ടാം ഭാഗം നമ്മൾ കാണുകയാണ്. സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം കാണും: അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒന്നും കയ്യിലില്ല,
രാജ്യത്വം നഷ്ടപ്പെട്ടു, കൂടെ നിൽക്കാൻ ആരുമില്ലാഞ്ഞിട്ടും ജീവൻ തന്ന കർത്താവിൻ്റെ കരുണയെ വാഴ്ത്തുന്ന ഒരു ദാവീദനെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ദാവീദ് പറഞ്ഞത്, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്, എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ഇവിടെയാണ് ഈ തകർച്ചയിൽ, ഒറ്റപ്പെടലിൽ ഞാൻ നിന്നെ സ്തുതിക്കാൻ പോവുക. അതെപ്പോഴാണ് സ്തുതിക്കുന്നത്? മരുഭൂമിയിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ അവസാനം വരെ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ കരുണ, കർത്താവിനെ സ്തുതിക്കാൻ സ്വർഗം നമ്മുടെ മരുഭൂമിയിൽ നമ്മളെ വിളിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമികളിൽ കർത്താവിനെ സ്തുതിക്കാൻ സ്വർഗം നമ്മളെ വിളിക്കുന്ന സമയമാണിത്. ഈശോയുടെ മുമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരിൻ്റെ സമയത്ത് നമുക്ക് സ്തുതിക്കാൻ പറ്റില്ല. കണ്ണുനീരിൻ്റെ സമയങ്ങളിൽ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റു വീഴുമ്പോൾ, കണ്ണുനീർ കണങ്ങൾ കൊണ്ട് കണ്ണിങ്ങനെ മൂടി നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആരെയും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ചിരിക്കാൻ പോലും നമുക്ക് പറ്റില്ല. നമ്മുടെ കാഴ്ച മങ്ങിയിരിക്കും. അപ്പോഴും ആ മരുഭൂമിയിലും അവനെ സ്തുതിക്കാൻ നിനക്ക് പറ്റുമോ? അതാണ് സ്വർഗം നിന്നോട് ചോദിക്കുന്നത്. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്, എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. മരുഭൂമി അനുഭവങ്ങളിൽ കർത്താവിനെ സ്തുതിക്കാൻ നീ ഒന്ന് തയ്യാറാകാമോ? കൈകൊട്ടി തുള്ളിച്ചാടി സ്തുതിക്കണമെന്നല്ല, എൻ്റെ ദൈവം ഇവിടെയുണ്ട്. എൻ്റെ കണ്ണുനീർ തുള്ളികൾക്കിടയിലും നിന്നെ കണ്ട് ഞാൻ സ്തുതിക്കുകയാണ് കർത്താവേ. നിൻ്റെ കാരുണ്യത്തെ ഞാൻ സ്തുതിക്കുകയാ. എനിക്ക് ജീവൻ തന്നല്ലോ. ഒരുപക്ഷെ മുഴുവൻ സ്വത്തും നിനക്ക് നഷ്ടപ്പെട്ട് കാണും. ഒരുപക്ഷെ മക്കളെല്ലാം നഷ്ടപ്പെട്ട് കാണും. നീ ഇന്ന് ജീവിതത്തിൻ്റെ മരുഭൂമി നിൽക്കുകയാ. ആരുമില്ല നിനക്ക്. ഒരുപക്ഷെ നാളെ നിനക്ക് ജപ്തിയായിരിക്കും. അപ്പോഴും ഇവിടെ നിന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. കർത്താവ് അറിയാതെ ഒരു മുടിയുടെ പോലും പൊഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ അവൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞിരിക്കില്ല എന്ന് വിശ്വസിച്ച് ഈ മരുഭൂമിയിൽ ഒന്ന് സ്തുതിക്കാമോ? സങ്കീർത്തകൻ സ്തുതിക്കാൻ തയ്യാറായി. അതാണ് 3-4 വചനങ്ങളിൽ നമ്മൾ കാണുക. ഇനി 5 മുതലുള്ള വചനങ്ങളിൽ കർത്താവിനെ ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തകനെ നമ്മൾ കാണുകയാണ്. അതിന് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്നതുപോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. ഓർമ്മയും ധ്യാനവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ ധ്യാനിക്കണമെന്ന് പറയുമ്പോൾ മണിക്കൂറുകൾ പോയി ദേവാലയത്തിൽ ഇരിക്കുന്നതല്ല ധ്യാനം. മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയുടെ യാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, ധ്യാനം നിനക്ക് തരുന്ന ഒന്നാമത്തെ അനുഗ്രഹം, ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടുവന്നതുപോലെ സംതൃപ്തി അടയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കരിസ്മാറ്റിക് യുഗത്തിൽ ആണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ കരിസ്മാറ്റിക് കാലഘട്ടത്തിൽ ഒരു കുഞ്ഞു കുഴപ്പം ഉണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരും വേദനയിൽ, മരുഭൂമിയിൽ കർത്താവിനെ തേടും. ധ്യാന കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യും, പ്രാർത്ഥിക്കാൻ പോകും, മുട്ടുകുത്തും, കൈവിരിക്കും, കൊന്ത ചെല്ലും, എല്ലാം ചെയ്യും. അതുപോലെ തന്നെ അവിടെ നിന്ന് നിങ്ങൾ സ്തുതിക്കും, സഹനത്തെ ഓർത്ത് നന്ദിയും പറയും. ആ 2 കാര്യങ്ങൾ അവിടെ നടന്നു, അനുഗ്രഹവും കിട്ടി. എന്നാൽ പലപ്പോഴും സ്ഥിരത നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ നമ്മൾ കാണാൻ ഒറ്റ കാരണമേ ഉള്ളൂ: ഈ ധ്യാനം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ധ്യാനമില്ലാത്ത കുറേ ജീവിതങ്ങളുണ്ട്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തൃപ്തിയില്ല, സംതൃപ്തിയില്ല, പിന്നെയും തേടുകയാണ്. കിട്ടിയതൊന്നും പോരാ. എത്ര കിട്ടിയാലും മതിയാകാത്തൊരനുഭവമാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത് ഉള്ളതെങ്കിൽ നമ്മൾ സ്വയം തിരിച്ചറിയണം, ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ ഇതുവരെ ഞാൻ വളർന്നിട്ടില്ല. ധ്യാനത്തിൽ ഞാൻ ഒന്നും എത്തിയിട്ടില്ല. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടുവന്നത് പോലെ സംതൃപ്തി അടയും.
ഇനി അടുത്ത വചനമാണ്, എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദ ഗാനം ആലപിക്കും. ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ കാര്യം അവന് തൃപ്തി കിട്ടി. രണ്ടാമത്തെ കാര്യം അവൻ ആനന്ദം കിട്ടി, ഉള്ളിൽ ആനന്ദം കിട്ടി. മരുഭൂമി കിടന്ന് നീ സ്തുതിച്ചപ്പോൾ നിന്റെ കണ്ണുനീർ തുള്ളികളായിരുന്നു. ആ സമയത്ത് നിനക്ക് ആനന്ദമില്ല, നീ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവിടെ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ നിനക്ക് ആനന്ദം ഉണ്ടാകാൻ തുടങ്ങി. അതാണ് രണ്ടാമത്തെ അനുഗ്രഹം. അടുത്ത വചനം, അവിടുന്ന് എൻ്റെ സഹായമാണ്, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. അടുത്ത 2 അനുഗ്രഹങ്ങൾ. ധ്യാനിക്കുമ്പോൾ നമുക്ക് 4 അനുഗ്രഹങ്ങൾ കിട്ടും. ഒന്ന് സംതൃപ്തി, 2 ആനന്ദം, മൂന്നാമത്തെ കാര്യം അവിടുന്ന് എൻ്റെ സഹായമാണ്. അവിടുന്ന് എൻ്റെ സഹായമാണ്. നമുക്കറിയാം, ദാവീദ് മരുഭൂമി വന്ന് നിൽക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക, കാണുന്നില്ല സഹായത്തിനാരെയും. അവൻ പറഞ്ഞു, കർത്താവേ നീ എവിടെയാ? ഞാൻ നിന്നെ തേടുകയാണ്, ആത്മാവ് കൊണ്ട് ശരീരം കൊണ്ടും തേടുക കർത്താവേ. കാണാത്ത നിന്നെ കരഞ്ഞുകൊണ്ട് ഞാൻ സ്തുതിക്കുകയാ കർത്താവേ. അപ്പോൾ ഇവിടെ ഇതാ വചനം പറയുന്നു, സഹായിക്കാൻ ഒരാളടുത്ത് വന്നിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ സഹായമാണ്. അതുവരെ സഹായം കണ്ടില്ല, പക്ഷേ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ സഹായം വന്നു. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും, ചിറകിൻ കീഴിൽ ആനന്ദിക്കും. നമ്മൾക്കറിയാം, മരുഭൂമി വേണം തണൽ കൊടുക്കാൻ അവിടെ ആരുമില്ല. പക്ഷേ ധ്യാനിച്ച ദാവീദിന് തണൽ കിട്ടി. ആര് കൈവിരിച്ചു? സ്വർഗം. അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞാൻ തണൽ അനുഭവിച്ചു. ആ ചിറകിൻ്റെ കീഴിൽ നിൽക്കുകയാണ്. തണൽ വിരിക്കാൻ ദൈവം കരങ്ങൾ നീട്ടിയെന്ന് തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, സങ്കീർത്തകൻ ദൈവത്തെ ധ്യാനിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹം കൊടുത്തു. ആ അനുഗ്രഹം ഇതാണ്, തണൽ വിരിച്ച് ദൈവം കൂടെ നിൽക്കുന്നു. കർത്താവിനെക്കുറിച്ച് ഓർക്കാനും ധ്യാനിക്കാനും എനിക്ക് പറ്റിയാൽ തൃപ്തിയുണ്ട്, ആനന്ദമുണ്ട്. ഒപ്പം എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സഹായം കിട്ടും. ഒപ്പം എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ തണൽ എനിക്ക് അനുഭവിക്കാൻ പറ്റും. സംരക്ഷണം, പ്രൊട്ടക്ഷൻ. എന്നെ കടുത്ത വേദനകൾ മാറാൻ തുടങ്ങുകയാണ്. കഠിന ചൂടിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ദൈവം ഇറങ്ങി വരികയാണ്. മരുഭൂമിയുണ്ടോ? ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, സങ്കടപ്പെടരുത്. അവനെ മുന്നിൽ കാണാൻ, ഇതുവരെ തൃപ്തിയില്ലാതെ എൻ്റെ ജീവിതത്തിൽ തൃപ്തി കിട്ടാൻ സ്വർഗം ഒരുക്കിയതാ ഈ മരുഭൂമി. അത് സ്വർഗത്തിൻ്റെ പ്ലാനാ, സ്വർഗം തന്നതാ, അത് മറക്കരുത്. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം പറയുകയാണ്, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഇപ്പോൾ കാണാതിരുന്ന കർത്താവിനെ അന്വേഷിച്ചപ്പോൾ അവൻ്റെ ആത്മാവിൽ ദാഹം നിറഞ്ഞപ്പോൾ അവനൊരു അനുഗ്രഹം കിട്ടി. ദാഹമുള്ള ആത്മാവ് ദൈവത്തോട് ഒട്ടി നിന്നു. എവിടെയാണോ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, അവിടെ ആ ആത്മാവിനോട് സ്വർഗം ഒട്ടിച്ചേർന്നിരിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയോട് ഒട്ടിച്ചേരണമെങ്കിൽ ആ വ്യക്തി അടുത്തിരിക്കണോ അകന്നിരിക്കണോ? അകന്നിരിക്കുന്ന വ്യക്തിയോട് ഒരിക്കലും ഒട്ടാൻ പറ്റില്ല. അടുത്തിരിക്കുന്ന ആളോട് ഒട്ടാൻ പറ്റും നമുക്ക്. അവരടുത്ത് വന്നാലേ ഒട്ടിയിരിക്കുന്നു പറയാൻ പറ്റൂ, അല്ലെങ്കിൽ അകന്ന് തന്നെ ഇരിക്കുന്നത്. അപ്പം ഇവിടെ മരുഭൂമിയിൽ ഏകാന്തത അനുഭവിച്ച ദാവീദിൻ്റെ അടുക്കലേക്ക് ദൈവം കടന്നു വന്നു. ദാഹമുള്ള ആത്മാവ് കർത്താവിനോട് ഒട്ടി നിന്നു. കർത്താവിനോട് ഒട്ടി നിന്നു. അതുമാത്രമല്ല, ഒട്ടാൻ തുടങ്ങിയപ്പോൾ അടുത്ത വചനമാണ്, അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തി. ദൈവത്തോടൊട്ടിയാൽ ഇനി നീ വീഴില്ല. ദൈവത്തോടൊട്ടിയാൽ നിനക്ക് വീഴാൻ പറ്റില്ല. നിൻ്റെ ജീവിതം തകർന്നു പോവില്ല, നീ താണു പോവില്ല. അപ്പോൾ അവൻ കർത്താവിൻ്റെ വലത് കൈയിൽ താങ്ങി നിൽക്കുകയാണ്. വചനം പറയും, പ്രവാചകന്റെ കർത്താവിൻ്റെ വചനം പറയും, എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നമുക്കറിയാം, ആ വചനം ഇവിടെ വലിയ അന്വർത്ഥമാണ്. മരുഭൂമി അനുഭവങ്ങളിൽ വിജയം കാണില്ലല്ലോ, പലപ്പോഴും പരാജയമല്ലേ. ആ പരാജയത്തിൻ്റെ സമയത്ത് അവൻ്റെ വിജയകരമായ വലത് കൈ കാണണോ? ധ്യാനിക്കാൻ തുടങ്ങുക. ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അവനിങ്ങ് ഇറങ്ങി വന്ന് ഒട്ടി നിൽക്കുക മാത്രമല്ല, അവൻ്റെ വലത് കൈ എന്നെ താങ്ങി നിർത്താൻ തുടങ്ങും, താങ്ങി നിർത്തും. അപ്പോൾ ഇത്രയുമാണ് ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വചനം. ഇനി അടുത്ത വചനം പറയുകയാണ്, 9, 10, 11 വചനങ്ങൾ. അവിടെ വചനം ഇപ്രകാരം പറയുന്നു, എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ
ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും. അവർ വാളിന് ഇരയാകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും. അപ്പോൾ ഈ ദാവീദ് നിൽക്കുന്നത് മരുഭൂമിയിൽ. മരുഭൂമിയിൽ നിൽക്കാൻ കാരണം സ്വന്തം മകനായ അബ്സലോം രാജ്യത്വം പിടിച്ചടക്കിയതുകൊണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവിനെ ധ്യാനിച്ച ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും, അവർ വാളിനിരയാകും. ദാവീദ് മരുഭൂമി കിടന്ന് കർത്താവിനെ ധ്യാനിച്ചപ്പോൾ അവന് ദൈവം അനുഭവമായി വന്നപ്പോൾ അവൻ പ്രവചിക്കാൻ തുടങ്ങി. അവൻ പ്രവചിച്ചത് എന്താണ്? അബ്സലോമിൻ്റെ മരണം മുൻകൂട്ടി പ്രവചിച്ചു ദാവീദ്. അബ്സലോം ശത്രുക്കളുടെ ആക്രമണത്തെ ഭയന്ന് അവൻ ഓടുന്ന സമയം നീണ്ട മുടിയുള്ള അബ്സലോമിൻ്റെ മുടി മരക്കൊമ്പിൽ ഉടക്കിയപ്പോൾ പുറകെ വന്ന ശത്രുക്കൾ കഴുത്ത് വെട്ടി അവനെ കൊന്നു. ആ പ്രവചനം ഇവിടെ മരുഭൂമി കിടന്നുണ്ട്. രാജ്യം തിരിച്ചു കിട്ടിയിട്ടല്ല പറയുന്നത്. മരുഭൂമി കിടന്ന് ഒരു ഉൾക്കാഴ്ച, ഒരു വെളിപാട് സ്വർഗം കൊടുക്കുകയാണ്. എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധഗർത്തങ്ങളിൽ പതിക്കും, അവർ വാളിനിരയാകും, അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും. പ്രിയപ്പെട്ടവരെ, പ്രവചനം വേണോ? വെളിപാട് വേണോ? ദൈവിക ജ്ഞാനം വേണോ? നീ അവനെ ധ്യാനിക്കാൻ തുടങ്ങുക. നിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ, മുൻകാല അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ആരുടെ അടുക്കലേക്ക് പോകണ്ട, കൗൺസിലേഷൻ അടുക്കലേക്ക് ഓടിപ്പോകണ്ട. ഇനി എന്താ ഈ ദുഃഖത്തിൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഈ മരുഭൂമിയിൽ നിന്ന് നീ ഒന്ന് ധ്യാനിച്ചേ, ദൈവം നിന്നോട് പറയും. നിന്നോട് ഈശോ സംസാരിക്കും. നിൻ്റെ ജീവിതത്തിൽ സ്വർഗം ഇടപെടാൻ തുടങ്ങുമ്പോൾ നിനക്കൊരാനന്ദമുണ്ട്. രാജാവ് ദൈവത്തിൽ ആനന്ദിക്കും. നിൻ്റെ ആനന്ദം ദൈവത്തിൽ മാത്രമായിരിക്കും. അടുത്ത വചനം, അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും, നുണയരുടെ വാ അടഞ്ഞു പോകും. നിൻ്റെ അഭിമാനമെല്ലാം ദൈവത്തിൽ മാത്രമായിരിക്കും. നിനക്ക് മറ്റൊരു അഭിമാനം ഉണ്ടാവില്ല. കർത്താവ് നിൻ്റെ മരുഭൂമിയിൽ നിന്നെ പൊക്കിയെടുക്കും. അപ്പോൾ ആരൊക്കെ നിന്നെക്കുറിച്ച് കുറ്റപ്പെടുത്തിയോ, നിന്നെക്കുറിച്ച് ചീത്ത പറഞ്ഞോ, നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ, നിനക്ക് 0 മാർക്കിട്ടിട്ടുണ്ടോ, അവരുടെയൊക്കെ മുമ്പിൽ കർത്താവ് ഉന്നതങ്ങളിലേക്ക് നിന്നെ, അനുഗ്രഹത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. ഉയർച്ച തരും കർത്താവ് നിനക്ക്, വലിയ മേന്മ തരും നിനക്ക്. നീ ധ്യാനിക്കാൻ തുടങ്ങണം. നീ കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങും. എൻ്റെ ദൈവം അവനെ തേടിക്കൊണ്ടിരുന്നേ. പ്രിയപ്പെട്ടവരെ, 63 സങ്കീർത്തനം, ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ സ്വർഗത്തെ തേടാൻ, സ്വർഗത്തെ സ്തുതിക്കാൻ, സ്വർഗത്തെ ധ്യാനിക്കാൻ നിനക്ക് സാധിച്ചാൽ ഈ മരുഭൂമിയുടെ എൻഡ് നീ കാണും. അവിടെ ദൈവം ഇറങ്ങി വരും. അവൻ്റെ തണലിൽ നീ ആനന്ദിക്കും, നീ തണലിൽ വിശ്രമിക്കും. നിൻ്റെ ജീവിതത്തിൽ വെളിപാടുകളും ജ്ഞാനങ്ങളും കൊണ്ട് കർത്താവ് നിന്നെ സമ്പന്നരാക്കും. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ചെറുതും വലുതുമായ മരുഭൂമി അനുഭവങ്ങളിലൂടെയാണ് അവൻ്റെ മുമ്പിൽ കൈകൾ കൊട്ടിപ്പിടിക്കാം. കർത്താവെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലുള്ള മരുഭൂമികളെ അവൻ്റെ പക്കലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. പ്രിയപ്പെട്ടവരെ, ഈശോയെ, എല്ലാ മരുഭൂമി അനുഭവങ്ങളും നിൻ്റെ കരങ്ങളിലേക്ക് വയ്ക്കുന്നു. നീ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഈ ചുട്ടുപൊള്ളുന്ന വേദനകളിൽ നിന്നെ തേടാനും, നിന്നെ സ്തുതിക്കാനും, നിന്നെ ധ്യാനിക്കാനും, നിന്നെ അനുഭവിക്കാൻ കർത്താവെ വെളിപാടുകളുള്ള, ജ്ഞാനമുള്ള, നിന്നിൽ അഭിമാനിക്കുന്ന മകനായി, മകളാക്കി ഞങ്ങളെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്നെ ദാഹത്തോടെ തേടാൻ ആത്മാവിൽ ദാഹം നിറയ്ക്കണേ കർത്താവെ. ശരീരം കൊണ്ട് ദാഹം നിറയ്ക്കണേ കർത്താവെ. നിന്നെ കണ്ടുമുട്ടും വരെ പ്രാർത്ഥിക്കാൻ, നിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.